ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഹാപ്പി വീക്കെൻഡ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുറ്റിയും പറിച്ച് പോതിരിക്കുകയാണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നമുക്കൊരു ഇൻട്രോവും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ബിൽഡിങ്ങിലേക്ക് രാവിലെ വന്ന് ഇവിടെ കുറച്ച് പരിപാടികൾ, ഞാൻ പറഞ്ഞല്ലോ ഇനി ഇവിടെയൊക്കെ തന്നെയാണ്. അപ്പോൾ കുറച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമ്മുടെ ഇൻറ്റീരിയർ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ മുകളിലുണ്ട്. അപ്പം നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ മെഷർമെൻറ്റ് എടുക്കുന്ന പരിപാടിയാണ്. അതായത് നമ്മുടെ ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്തു, സിവിൽ വർക്ക് അല്ലേ ഒരുവിധം കംപ്ലീറ്റ് ആയി. ഇത് ഫോൾ സീലിങ്ങും അതുപോലെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇവിടെ തന്നെ കാർപ്പൻട്രി വർക്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ കൊണ്ടേ വെക്കുകയല്ല, സോഫയിലും കട്ടിലായാലും വാർഡ്രോബ് ആയാലൊക്കെ. അപ്പം നമ്മളെ വിളിച്ചിട്ട് അവർ മെഷർമെൻറ്റ് എടുക്കും. കാരണം എത്ര സ്ഥലത്ത് ഇപ്പോൾ അതങ്ങനെ TV യൂണിറ്റ് എത്ര വരെ വേണം, അത് കഴിഞ്ഞാൽ മന്ദിരം എത്ര വരെ വേണം, അപ്പോൾ പിന്നെ നമുക്ക് ട്രോഫി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വേണം, അപ്പം കറക്റ്റ് നമ്മളെ വെച്ചിട്ട് അവർ അളവെടുക്കും. കാരണം നാളെ നമ്മൾ പറയാൻ പാടില്ലല്ലോ ഇത് കുറച്ച് കുറഞ്ഞു പോയി, ഇത് കൂടിപ്പോയി എന്ന്. അപ്പോൾ ആ ഒരു അളവൊക്കെ എടുത്ത്, ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. വേറെ എവിടെയും നമ്മൾ അങ്ങനെ കാണാനൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പം കുറേയൊക്കെ നമുക്ക് പഠിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എങ്ങനെയായിരിക്കും ഈ വീട് വന്നാലല്ലേ വീടായിട്ട് അറിയുള്ളൂ എന്ന്. ഇപ്പം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. അപ്പം അവരവിടെ വരച്ചിടുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട്. കാരണം കാർപ്പൻറ്റേഴ്സിന് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വേണം എന്നൊക്കെ ഇങ്ങനെ ചെയ്യാണ്. ടൈൽസും കാര്യങ്ങളൊക്കെ മാറ്റി ഇവിടെ നമ്മുടെ സോഫ വരും. സോഫയും കട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാതും നമ്മൾ ആ സ്പേസിനനുസരിച്ച്. കാരണം ഒരു പ്രോപ്പർ സോഫയായിട്ട് അല്ലെങ്കിൽ കട്ടിലായിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്റ്റോറേജാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ചാനലും കാര്യങ്ങളൊക്കെ ആയ കാരണം, നമുക്ക് കൊളാബറേഷനൊക്കെ ഉള്ള കാരണം നമുക്ക് എപ്പോഴും കൂടുതൽ വേണ്ടത് നമ്മുടെ സ്റ്റോറേജാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വീട്ടിലെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്, അപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേറെ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഇവിടെ കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ആൻഡ് സ്റ്റോറേജ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻറ്റീരിയേഴ്സ്. അതാണ് ഞാൻ കുറച്ച് എന്താ പറയുക ലേറ്റായി പോയത് വീഡിയോ എടുക്കാൻ. വന്ന ഉടനെ അങ്ങനെ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫുൾ ഡിസ്കഷൻ. അവർക്ക് ഇനി കുറേ സ്ഥലത്ത് പോകാനുണ്ട്, അവരൊരു 4-5 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ആയിരുന്നു, അത് മാറ്റി വൈറ്റ് ആക്കി. വൈറ്റിന് നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനത്തെ കുറച്ച് സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ ഡിഷ് വാഷറൊക്കെ വെക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് ചെറിയ പരിപാടികൾ ഒക്കെ അങ്ങനെയുള്ള ഇതാണോ, ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഒരുവിധം പണികളൊക്കെ, അതായത് കാർപ്പൻട്രി അല്ലാത്ത ബാക്കിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനിയിപ്പോൾ മെയിൻ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കിച്ചണിലെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാർപ്പൻട്രിക്ക് അവർക്ക് ടൈം വേണം എന്ന് പറയും. ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഈ പണിയൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. കാർപ്പൻട്രിക്ക് അവർക്ക് ടൈം വേണം, വീട്ടിലിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ കിച്ചന്റെ പുറത്തില്ലേ, അപ്പൊ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാണ്, നമുക്കിവിടെ ബാൽക്കണി ഇല്ല. ബാൽക്കണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല, വെറും ചഡ്ജാണ് നമ്മുടെ ഈ ഫ്ലാറ്റിലുള്ളൂ കേട്ടോ. ചഡ്ജ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റൂൾ ഇട്ടാലൊന്ന് നമുക്ക് ഇരിക്കാം, മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ചഡ്ജയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, തുണി തോരിയിടാനുള്ള, തുണികളൊക്കെ ഇങ്ങനെ വിരിച്ചിടാനുള്ള സംഭവമാണ് ചെയ്യുന്നത്. അപ്പൊ അത് പുള്ളിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കിച്ചന്റെ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ ചഡ്ജാന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ബാക്കി ബിൽഡിങ്ങിന്റെ പണികൾ ലാസ്റ്റ് സ്റ്റേജിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ചെറിയ സ്റ്റോറേജ് കിച്ചന്റെ കൊടുക്കാം എന്നാണ്. കിച്ചന്റെ പുറത്ത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചൂല്, മുറം, പിന്നെ മടാള്, ഇതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ, ഇതൊക്കെ ചിരവ, ഇതൊക്കെ കിച്ചന്റെ ഉള്ളിൽ തന്നെ വെക്കുക എന്നുള്ളത് ഒരു ഭയങ്കര, മോപ്പ്, ഇതൊക്കെ കിച്ചന്റെ പുറത്ത് വെക്കാം. പിന്നെ വാക്യൂം ക്ലീനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് സ്ഥലമില്ല, കിച്ചൺ കണ്ടില്ലേ, അപ്പൊ അതിന്റെ ഉള്ളിൽ എല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ല. പക്ഷെ പുറത്ത് ഈ ഒരു സ്പേസിലെ ബാൽക്കണി അല്ലാതെ, അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ തോരിടാൻ റൂമിലെ പറ്റും, അതല്ലാതെ ഈ സ്പേസ് വെറുതെ കളയല്ലേ. അപ്പൊ ഒരു സ്റ്റോറേജ് കൊടുക്കാന്ന് വിചാരിച്ചു. അതിൽ ഈ വക ചൂലും മുറും സാധനങ്ങളൊക്കെ, അപ്പൊ കാണൂല്ല, നല്ല വൃത്തിയിലിരിക്കും ചെയ്യും. അപ്പൊ അതാണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം പ്രത്യേകിച്ച് യൂസ് ഇല്ലല്ലോ ഈ ഒരു സ്ഥലം കൊണ്ട്. പിന്നെ ചെറിയൊരു പൈപ്പും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം തുടയ്ക്കാനൊക്കെ, അല്ലെങ്കിൽ ബാത്റൂമിലാണ് നമ്മൾ
പോവാറ്. ബാത്റൂമിൽ തുടയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വൃത്തികേടാവുന്നുണ്ട് ബാത്റൂം. അപ്പോൾ ഇവിടെ ഓൾറെഡി പൈപ്പിനുള്ള സാധനമുണ്ട്. അപ്പോൾ ആ പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അങ്ങനെ ചെറിയ സ്പേസുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ചെയ്യാം. വെറുതെ ബാത്റൂമിൽ ഇരുന്ന് തുടയ്ക്കുമ്പോൾ അവിടെ വെള്ളമാക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാവുന്നുണ്ട് ബാത്റൂം. അപ്പം നമ്മൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മിത്തുക്കുട്ടിയുടെ റൂമും നമ്മുടെ റൂമിൽ വാർഡ്രോബിൻ്റെ മെഷർമെൻറ്റും അതുപോലെ ബെഡ്റൂമിൻ്റെ മെഷർമെൻ്റൊക്കെ ഇങ്ങനെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വീട് പണിയണ പോലെയുള്ള ഒരു ഫീല്. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ ഫുള്ള് മാറ്റി മറിച്ച് ചെയ്യുകയാണല്ലോ. അപ്പം അതിൻ്റെ ചെറിയൊരു ഫീൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 11 മണിയായി. അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ പിന്നെയും പുറത്തിറങ്ങണം. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ വിചാരിച്ചു ഡയറക്റ്റ് കുറച്ച് ഷോപ്പിങ്ങിന് പോവാം എന്ന് വിചാരിച്ചു. മിത്തുക്കുട്ടിക്ക് ഡ്രസ്സും കാര്യങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ വീടൊക്കെ കണ്ട് നമ്മൾ നേരെ പോണത് സുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് വേണ്ടി കുറച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഈ മെയ് ആകുമ്പോഴാണ് മിത്തുവിന് ഡ്രസ്സ് എടുക്കുക നാട്ടിലേക്ക് പോകുന്ന വഴി. പിന്നെ ആ ഒരു വർഷം ഫുൾ ആ ഡ്രസ്സായിരിക്കും. അപ്പോൾ മിത്തുവിനാണെങ്കിൽ ഇങ്ങനത്തെ സുഡിയോ ഇങ്ങനത്തെ സംഭവങ്ങളത്തെ ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടം, കൂടുതൽ കംഫർട്ട്. നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് സുഡിയോയിൽ. എനിക്ക് അവിടെ ചെന്നിട്ട് എല്ലാം എനിക്ക് എടുക്കാൻ തോന്നുന്ന രീതിയിൽ കൂടുതലായിട്ട് ഒരു ബീച്ച് ഡ്രസ്സുകൾ, കാരണം വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും ബീച്ചിലേക്കൊക്കെ അല്ലേ പോവുക. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ, പിന്നെ നല്ല കോട്ട് സെറ്റ്സ്, ടോപ്സ്. അവരുടെ ടോപ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ജംപ് സ്യൂട്ട് പോലത്തെയും പിന്നെ ഉടുപ്പുകളുടെ ഒരു കലവറാണ്. കുർത്ത സെക്ഷൻ ഉണ്ട് തോന്നുന്നു, പക്ഷേ ഞാൻ നോക്കിയില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അങ്ങനത്തെയാണ്. അതേപോലെ തന്നെ ഇവരുടെ ഷൂസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് വേണ്ടി സെലക്ഷനാണ്. അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷൻ നല്ലതാണ്, പക്ഷെ മിത്തു എന്ന് പറയുമ്പോൾ ടീൻസിലേക്ക് കിടക്കും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇതിലുള്ള കുട്ടികൾക്ക് കുറച്ച് കഷ്ടം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സെക്ഷനിൽ തന്നെ ഡബിൾ എക്സ്ട്രാ സ്മോളൊക്കെ വരുമല്ലോ. അപ്പോൾ അതാണ് അധികം ട്രൈ ചെയ്യാറ്. കാരണം 11 to 12 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ചെറുതും ആവും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ സുഡിയോയിൽ അധികം അങ്ങനത്തെ കിഡ്സിൻ്റെ ഈ ഒരു ഏജിൽ ടീൻസിലുള്ള കുട്ടികൾക്ക് കുറച്ച് കുറവാണ് കേട്ടോ. പക്ഷേ നല്ല സെലക്ഷൻ ഉണ്ട്. ഉടുപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഡബിൾ എക്സ്ട്രാ സ്മോൾ, നമ്മുടെ സൈസിലുള്ള ഡബിൾ എക്സ്ട്രാ സ്മോളൊക്കെയാണ് ഞാൻ മിത്തുവിന് എടുത്തത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. രംഷേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി. അപ്പോൾ ഞാനും മിത്തും കൂടെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മെല്ലെ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്നും വാങ്ങിയില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ നോക്കി നടക്കാൻ നല്ല രസമല്ലേ ഡ്രസ്സ്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നു, വീട്ടിലെത്തി. ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം സ്റ്റുഡിയോയിൽ നമ്മൾ പോയത് തന്നെ എന്തിനാണ്, നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഷോപ്പിംഗ് ഞാൻ അത് ഫുൾ മിത്തുക്കുട്ടിക്ക് എടുത്തിട്ട്, ഞാൻ ഒന്നും എനിക്ക് എടുത്തിട്ടില്ല. കാരണം എനിക്കെപ്പോഴും അറിയാലോ ഓൾറെഡി ഇങ്ങനെ ഡ്രസ്സുകൾ കിട്ടുന്ന കാരണം പിന്നെ ഞാൻ വെറുതെ വേറെ എടുത്തില്ല. പക്ഷേ നമുക്ക് ഫുൾ ഡ്രസ്സുകൾ എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു വന്നിരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിഷമം മാറ്റാൻ എനിക്കിവിടെ കുറച്ച് ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് വെക്കേഷൻ ടൈപ്പ് ഡ്രസ്സുകളാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഉടുപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ മാക്സി ഡ്രസ് എന്ന് പറയാം. ലാസ്റ്റ് താഴെ മാത്രം ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട്. അത് മുട്ടിന് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ആ സ്ലിറ്റ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് അങ്ങനത്തെയൊക്കെ ഒരു ഷെയ്ഡ് വരുന്നത്. എല്ലാം ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആമസോൺ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ വളരെ വില കുറവിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സ് ആയാലും എല്ലാതും ആയാലും. ഇപ്പോൾ ഡ്രസ്സുകളാണെങ്കിൽ നല്ല ലാഭത്തിൽ ഇപ്പോൾ കിട്ടും. അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ കോട്ടൺ ഡ്രസ്സാണ്. ഒരു സമ്മർ കളക്ഷൻ എന്ന് പറയുന്ന പോലെ ഇതാണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പ്യോർ കോട്ടൻ്റെ ഒരു യെല്ലോ പക്കാ ഒരു സമ്മർ വൈബാണ് അധികം ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഒരു സ്ലീവ്സ് ചെറിയൊരു ഇലാസ്റ്റിക്കും കാര്യങ്ങളും, ഒരു യെല്ലോയിൽ ഒരു ചെറിയ ലൈറ്റ് പിങ്ക് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഒരു അനാർക്കലി ടൈപ്പാണ്. ഇതിന് സ്ലിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടുത്തതും ഒരു സ്പ്രിംഗ് വൈബ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ. എല്ലാതും ഈ പറഞ്ഞ പോലെ ഒരു സ്പ്രിംഗ് വൈബാണ് ഇപ്രാവശ്യം എടുത്തത്. നല്ല ഭംഗിയുള്ള കളർ. ഇതിൻ്റെ കളർ പല കളേഴ്സും ഉണ്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങി ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാനൊരു സംഭവം മിസ്സായി പോയത് കണ്ടത്. കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെരുപ്പിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഒരു സാൻഡലും ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വൈറ്റ് കളർ. എൻ്റെ കയ്യിലൊരു വൈറ്റ് കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കേഷൻസ് ഇതുപോലെ ഫ്രോക്കിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സെയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ലാഭത്തിൽ കിട്ടുമല്ലോ. പിന്നെ മിക്കവാറും പേര് ചോദിക്കാനും ചാൻസ് ഉണ്ട്, ചേച്ചി എവിടെ നിന്നാണ് ഈ ഒരു ഷൂ ടൈപ്പ് വാങ്ങിയത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചത് ഒരു ബേജ് കളർ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചത് അടിപൊളിയാട്ടോ.
അടുത്തതൊരു നോർമൽ ടീഷർട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ, ഒരു ഓവർ സൈസ് ടീഷർട്ടാണ്. കണ്ട, ഓവർ സൈസ്ഡ് ആണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുള്ള കളറ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ ഓവർ സൈസ് ടീഷർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ഒന്നും ഇല്ലാതെ വളരെ കംഫി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ ഒരു ജീൻസോ പാൻറ്റോ ഒക്കെ പെയർ ചെയ്തിട്ട് എവിടേക്ക് വേണമെങ്കിലും പോവാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാഷ്വൽ ഡ്രസ്സാണ് കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക്. ഇതും ഒരു സ്പ്രിംഗ് വൈബ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്താണ് ബ്ലാക്കിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സ്. നല്ല കംഫർട്ടായിട്ടുള്ള തുണിയാണ്, നല്ല സൂപ്പർ തുണിയാണ്. സമ്മറിലാണെങ്കിലും ഇടാൻ അടിപൊളിയാണ്. പിന്നെ അടുത്ത ഈ ഒരു ഡ്രസ്സും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാക്സിലത്തെ ഒരു ഡ്രസ്സാണ്. ഒരു ഭയങ്കര എന്താ പറയുക, ഒരു സ്പ്രിംഗ് വൈബ് തരുന്ന ഒരു അടിപൊളി ഒരു വെക്കേ മോഡിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഉടുപ്പാണ്. ഇത്രയാണ് ഞാൻ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. എല്ലാം ഇപ്പോൾ ആമസോൺ സെയിൽ നടക്കണം, അതുകൊണ്ട് എന്തായാലും നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ സുഡിയോന്ന് വരാൻ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞാനും മിത്തും കൂടെ ഫുഡ് വാങ്ങിച്ചിട്ടാണ് വന്നത്. നമ്മൾ ബിരിയാണി, തലശ്ശേരി ബിരിയാണി കഴിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട്, പക്ഷെ അത് ബിരിയാണി ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഈ ഒരു വാഴയുടെ ഇലയിൽ വെച്ചുകൊണ്ട് അത് ആകെ ഇങ്ങനെ ചോറ് പോലെയായി, അതിൻ്റെ ടേസ്റ്റേ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ എനിക്കത് ഇഷ്ടമായില്ല. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി മലബാർ ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല കേട്ടോ. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പിന്നെയും ഇറങ്ങി. പറഞ്ഞ പോലെ തന്നെ രംഷേട്ടന് ഓഫീസിലെ കാര്യങ്ങളും ഇന്ന് ലീവാണ്, എന്നാൽ പോലും വീക്കെൻഡ് ആണെങ്കിൽ പോലും ഓഫീസിലെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ബിസി ആയ കാരണം രംഷേട്ടൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അങ്ങനെ ഞാനും മിത്തും കൂടി ഡിമാർട്ടിൽ പോയി. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. കാരണം നാട്ടിലേക്ക് പോണതിൻ്റെ മുന്നേ ആയാലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനും പിന്നെ വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സുകൾ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഡിമാർട്ടാണ് കേട്ടോ നല്ലത്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവം എന്താ പറയുക, ഒന്നാമത് വീക്കെൻഡ് ആയി കഴിഞ്ഞാലുള്ള തിരക്ക്, രണ്ടാമത് ഈ ഒരു സംഭവം നമ്മുടെ ബാഗും എല്ലാം കൂടെ ആ ബാഗിൻ്റെ ഉള്ളിലിട്ടിട്ട് അത് ലോക്ക് ചെയ്യും. അതിനുള്ള ക്യൂ മുതൽ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും. പിന്നെ ഈ ഒരു തിരക്ക്, പൊതുവേ ഞാൻ ഡിമാർട്ടിൽ അങ്ങനെ പോവാൻ എന്താ പറയുക എനിക്ക് മടിയാണ് കേട്ടോ. ഈ തിരക്ക് കാരണം തന്നെയാണ് എനിക്ക് മടി. പക്ഷേ ഇങ്ങനത്തെ കുറേ കുഞ്ഞു സാധനങ്ങൾ നല്ല ലാഭത്തിലും നല്ല ക്വാളിറ്റിയിലും കിട്ടുന്നതുകൊണ്ട് നമുക്ക് പോകാം. അതുകൊണ്ട് ഞാൻ പൊതുവേ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ രാവിലെ 7 മണിക്ക് നടക്കാൻ പോകില്ല. ഇവർ സ്കൂളിലും ഓഫീസിലൊക്കെ പോയാൽ ഞാൻ രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ സമയത്ത് ഡിമാർട്ട് ജസ്റ്റ് തുറന്നിട്ടുണ്ടാവുള്ളൂ. തുറന്നിട്ടാണെങ്കിലും തിരക്കിന് കുറവൊന്നും ഉണ്ടാവില്ല. എന്നെപ്പോലെ ഒരുപാട് പേര് അങ്ങനെ വരും. പക്ഷേ എന്നാലും ഭേദമാണ്. വീക്കെൻഡിലുള്ള തിരക്ക്, ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്നവർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ താഴെ ഇപ്പോൾ നടക്കുന്നവർ പോലെയുള്ള കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അധികം സാധനങ്ങൾ രാവിലെ നടന്ന് വരുമ്പോഴാണ് വാങ്ങാറ്. ഞാൻ ഒരിക്കലും ഈ ഒരു സമയത്ത് പോകാറില്ല. ഇന്നിപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയതാണ്. അപ്പം മിഥുനുള്ള കുറച്ച് പാൻറ്റും കാര്യങ്ങളും, പിന്നെ ഇതാ ഈ ഒരു കോക്കനട്ടൊക്കെ കണ്ടോ, ഇവിടെ 25 രൂപയുള്ളൂ. സെയിം സാധനം നമ്മൾ നേരെ താഴത്തുനിന്ന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 35, ബ്ലിങ്കിറ്റിലാവുമ്പോൾ 42 രൂപ വരെയുണ്ട്. നല്ല വില വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഡിമാർട്ടിലേക്ക് വരുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു ക്യൂ നിൽക്കുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രയും തിരക്ക് ആലോചിക്കുമ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ വേണ്ട എന്ന് വിചാരിക്കും. പക്ഷേ രാവിലെ വന്ന് വാങ്ങിയാൽ അടിപൊളിയാട്ടോ. ഞാൻ മിക്ക ദിവസം രാവിലെ വാങ്ങാറ്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. ഡ്രസ്സുകളാണെങ്കിലും മിഥുന് കുറേ നൈറ്റ് ഡ്രസ്സും അങ്ങനത്തെ അണ്ടർ ഗാർമെൻറ്റ് സംഭവങ്ങളൊക്കെ നല്ല ലാഭമാണ്, നല്ല സാധനവും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് വന്നത്. പിന്നെ കുറച്ച് ചില്ലറ ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ വാങ്ങിക്കാം. ഒരു കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, 2-3 ദിവസത്തേക്കും കൂടെ സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഈ ബാഗ് അടക്കമുള്ള എല്ലാം ഈ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ലോക്ക് ചെയ്ത് വെക്കും. മൊബൈൽ പോലും നമ്മൾ കൈ പിടിക്കേണ്ട അവസ്ഥയാണ്. അത് ഭയങ്കര ഒരു കഷ്ടമുള്ള കാര്യം. അതെനിക്ക് മാറ്റണം. ആ ഒരു സിസ്റ്റം എന്താ ഒരു മാറ്റാത്തതെന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ വരാൻ ഇഷ്ടമില്ലാത്തത് കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അയ്യോ എൻ്റെ അമ്മയെ, ഞങ്ങൾ ഒരു 1.5 മണിക്കൂറായിട്ട് അവിടേക്ക് കയറിയിട്ട് ഓടി രക്ഷപ്പെട്ടു പോകുന്നു. ഈ സമയത്തൊന്നും ഒരിക്കലും പോകരുത് അറിയാം, പക്ഷെ എന്നാലും ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പം മിത്തുക്കുട്ടിക്കുള്ള പർച്ചേസിങ് ആണ് കാര്യമായിട്ട്, അല്ലേ മിത്ത്? അപ്പം മിത്തുക്കുട്ടിക്കാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈലാണ് ശരിക്കും കേട് വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. എനിക്കത് ഒട്ടും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഹാൻഡ് ബാഗ് പോലും കവറിലാക്കി ലോക്ക് ചെയ്യണത് ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടോ. കാരണം നമ്മൾ മൊബൈൽ ഇങ്ങനെ കൈ പിടിക്കണം, കാരണം മൊബൈൽ ഉള്ളിലിടാൻ പറ്റില്ല. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ നിർത്തണം. ഇത്രയും ആളുകൾ ഈ ബാഗിലൊക്കെ ആക്കി കട്ടെടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ ദൈവമേ.
അതായിരിക്കുമല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. ഭയങ്കര കഷ്ടമാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എനിക്ക് ഡിമാർട്ട് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ഈ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അപ്പോൾ നമ്മുടെ ഡിമാർട്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് മിത്തുകുട്ടിക്ക് വേറെ എന്തൊക്കെയോ 2-3 ഡെക്കറേറ്റീവ് ഐറ്റംസോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വന്നിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി ഒരുപാട് ലേറ്റ് ചെയ്യുന്നു. ഫുൾ ഡേ സത്യം പറഞ്ഞാൽ ഓരോന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളായിട്ട് വേറെ ദിവസം കാണാം. ബൈ.